നമ്മളെ ദാനധർമ്മവുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അതായത് സമ്പത്ത് കുറയുമോ എന്ന ഭയത്തെ തോൽപ്പിച്ചുകൊണ്ട് ഒരു ഉദാര മനസ്കനാകാൻ വേണ്ടി നമ്മൾ നമ്മളോട് തന്നെ മത്സരിക്കണം. പിശുക്കിനെതിരെയുള്ള പോരാട്ടത്തിന്റെ മാസമാണ് വിശുദ്ധ റമദാൻ എന്ന് പറയുന്നത്. റസൂലായിരുന്നു സാധാരണഗതിയിൽ തന്നെ റസൂലുള്ള എന്താണ്, ജനങ്ങളിൽ ഏറ്റവും ഉദാര മനസ്സുള്ള വ്യക്തിയായിരുന്നു. എന്നാൽ റമദാനിലാകട്ടെ റമദാനിൽ കുറച്ചുകൂടി ഉദാരനാകുമെന്നാണ്. കാറ്റടിക്കുന്ന വേഗതയിലായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദാനം ചെയ്തിരുന്നത്. കാറ്റിന്റെ വേഗത നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. അപ്പൊ നിങ്ങളത് വിചാരിക്കുന്നത് റസൂലുള്ള അങ്ങനെ വലിയ പണത്തിന്റെ വലിയ ആളായിരുന്നു, ഒരു ചക്രവർത്തിയായിരുന്നു. അല്ല, ആ റസൂലുള്ളയുടെ പുറകുഭാഗം നോക്കിയാൽ ഈത്തപ്പന മട്ടലിന്റെ പാട് കാണുമായിരുന്നു. കിടന്നിരുന്നത് ഈത്തപ്പന മട്ടലിലാണ്. ആ ചുവന്നു തൊടുത്ത മേനിയിൽ രാത്രി ഉറങ്ങി എഴുന്നേൽക്കുമ്പോ ആ പാട് കാണുമായിരുന്നു. മാസങ്ങളോളം തന്റെ അടുക്കളയിൽ അവർ തീ പുകഞ്ഞിട്ടില്ല. വിശന്നുകൊണ്ട് രാത്രി പുറത്തിറങ്ങിയ സംഭവം നമുക്ക് കാണാൻ പറ്റും. ആ പ്രവാചകനാണ് കാറ്റടിക്കുന്ന വേഗതയിൽ ദാനം ചെയ്തു എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ എത്രത്തോളം ചെയ്യണം? ഞാൻ ഓരോ കാര്യം ഉറപ്പിച്ചു പറയുന്നു. ഈ പള്ളിയായിട്ട് ഏത് പള്ളിയായിട്ട് എല്ലാ റമദാൻ മാസമായി കഴിഞ്ഞാൽ പള്ളി കലശം ഉണ്ടാവും. നിങ്ങളെ വീട്ടിൽ നിങ്ങളെ തേടി ആളുകൾ വരും. അവരോട് ഒരിക്കലും ഒരു നീരസം നമ്മൾ കാണിക്കരുത്. കാരണം റമദാൻ കൊടുക്കാനുള്ള മാസമാണ്. അതിന്റെ പുണ്യം അത്രയും വലുതാണ്. അതുകൊണ്ട് ഒരു ബഡ്ജറ്റ് നമ്മളോട് പാസ്സാക്കുക. നമ്മൾ സാധാരണ പഞ്ചായത്തും ട്രഷറിയും ഒക്കെ ഗവൺമെന്റ് ഒക്കെ ബഡ്ജറ്റ് ഉണ്ടെങ്കിലുണ്ടല്ലോ, ഈ റോഡിന് ഇത്ര ലക്ഷം എന്ന് പറഞ്ഞാൽ പാസ്സാകും. അത് അടുത്ത മാർച്ചിന്റെ ഉള്ളിൽ നിർബന്ധമായിട്ടും ചെലവാക്കണം, അല്ലെങ്കിൽ അതെന്താവും ലാപ്സായി പോകും. ഇതേപോലെ റമദാനിൽ എന്ത് ചെയ്യണം? ഞാൻ ഈ റമദാനിൽ ഇത്ര കാശ് ഞാൻ സദഖ കൊടുക്കും എന്നാണ് തീരുമാനിക്കുന്നത്. അതാ തീരുമാനം, അത് പാസ്സാക്കിയിടാതെ. അപ്പൊ ഓരോരുത്തർ വരുമ്പോൾ സന്തോഷവും ആ കയ്യിൽ നിന്ന് ഇങ്ങനെ എടുത്തു കൊടുക്കാൻ പറ്റും. അതിന് എനിക്ക് ഇങ്ങോട്ട് പറയാതെ ഒരു പ്രയോറിറ്റി വേണമെന്നുള്ളത്, മുൻഗണനാക്രമം. നമ്മൾ വരുന്നവർക്കൊക്കെ ഇങ്ങനെ എന്താന്ന് അറിയാതെ കൊടുക്കുന്നതിന് പകരം കൊടുക്കണേന് ജാരിയായ സ്വതക്കയായി. അല്ല, ജാരിയായ സ്വതക്ക മരിച്ചാലും കൂലി കിട്ടുന്ന സ്വതക്ക. അത് രണ്ട് കാര്യം ഞാൻ പറയാം. ഒന്നെന്താന്ന് വെച്ചാൽ, ഇതുപോലെയുള്ള ഒരുപാട് സ്ഥാപനങ്ങൾ നമുക്കുണ്ട്. ആ സ്ഥാപനങ്ങൾക്ക് നമ്മൾ കാശ് കൊടുത്താൽ അവിടെ പഠിക്കുന്ന കുട്ടികൾ പഠിച്ച് പുറത്തിറങ്ങിയാൽ അവർ പണ്ഡിതന്മാരാവും. അവർ ഖുതുബകൾ നിർവഹിക്കും. അവർ ജനങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. അങ്ങനെ ആ വ്യക്തി മുഖേന മരിക്കുന്നത് വരെ എന്തൊക്കെ ഹൈറാത്തുകൾ ഉണ്ടാകണോ അതിന്റെയൊക്കെ ഒരു പ്രതിഫലം നമുക്ക് കിട്ടും. നിങ്ങൾ ആലോചിക്കുക എന്റെ ഗുണം എത്രയും. അതേപോലെ തന്നെ ദഅ്വാ പ്രവർത്തനം. ഈ ദഅ്വാ പ്രവർത്തനങ്ങൾക്ക് നമ്മൾ കൊടുത്തത് കൊണ്ടാണ് ഒരു ലഘുലേഖ ഇറക്കുന്നത്, ഒരു പ്രോഗ്രാം നടക്കുന്നത് എങ്കിൽ ആ പ്രോഗ്രാമിലൂടെ ആരൊക്കെ ഇസ്ലാമിന്റെ വെളിച്ചം സ്വീകരിച്ചോ അതിന്റെ ഒക്കെ പ്രതിഫലം നമുക്ക് കിട്ടും. ഇന്നാ നഹ്നു നുഹ്യിൽ മൗതാ വനക്തുബു മാ ഖദ്ദമു വആസാറഹും വകുല്ല ഷൈഇൻ അഹ്സൈനാഹു ഫീ ഇമാമിൻ മുബീൻ. നിങ്ങൾ പ്രവർത്തിച്ചതും അതിന്റെ അനന്തരഫലം, അതിന് ആസാറ് എന്ന് പറയാം, അത് നിങ്ങളുടെ രേഖയിൽ നാം രേഖപ്പെടുത്തുന്ന. അപ്പൊ നമ്മൾ മരിച്ചാൽ പോയാലും സുഹൃത്തുക്കൾക്ക് അവർക്ക് കിട്ടുന്ന ഒരു ഏണിംഗ് ആണ്. അപ്പൊ നിങ്ങൾ ഈ പ്രാവശ്യം എന്ത് ചെയ്യുക, നമ്മൾ റമദാൻ മാസത്തിൽ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന എമൗണ്ടിൽ നല്ലൊരു വിഹിതം ഇതിനു വേണ്ടി നിയ്യത്താക്കി വെക്കുക. അത് നമ്മൾ ആളുകൾ വരുമ്പോൾ അത് കൊടുക്കുകയും ചെയ്യും. അപ്പൊ അത് നമുക്ക് ആ രീതിയിലേക്ക് ഒരു രീതി. അതുപോലെ സക്കാത്തിന്റെ കാര്യത്തിൽ അത് നമ്മൾ ഔദാര്യം എന്നല്ല, അത് നിർബന്ധമായിട്ട് കൊടുക്കുമ്പോഴേ ബാക്കിയുള്ളത് ശുദ്ധീകരിച്ച് കിട്ടുള്ളൂ. ബാക്കിയുള്ളത് ശുദ്ധീകരിച്ച് കിട്ടണമെങ്കിൽ ഈ 2% കൊടുത്തിരിക്കണം. അതാരും ചോദിച്ചു വരാൻ കാത്തിക്കരുത്, അത് നമ്മൾ എത്തിച്ചു കൊടുക്കണം. പ്രത്യേകിച്ച് സഹോദരിമാര് ശ്രദ്ധിക്കുക, സ്വർണത്തിനൊക്കെ വലിയ വിലയുള്ള സമയമാണ്. അതുകൊണ്ട് ആ സക്കാത്ത് നിങ്ങൾ കൊടുത്തിട്ടില്ലെങ്കിൽ ആ ധരിക്കുന്നത് ചൂടുള്ള ആഭരണമായിരിക്കുന്ന ആളെ പരലോകത്ത് എന്ന ഓർമ്മ നമുക്കുണ്ടാകേണ്ടതുണ്ട്.